അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മദ്രസകളിലും സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പ്രിലിമിനറി എന്ന പേരിൽ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ 3-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മദ്രസയിലും വെവ്വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മദ്രസകളിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വായിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിന് ആൻസർ കീയാണ്. നമുക്ക് നോക്കാം. 50 ചോദ്യത്തിന് 100 മാർക്കിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതില് കറക്റ്റ് ഉത്തരത്തിന് മാത്രം ടിക്ക് ചെയ്യാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തേത്, നരകത്തിൽ ഷുജാഅൻ അഖ്റഇന്റെ ശിക്ഷ അനുഭവിക്കുന്നവർ. ഓപ്ഷൻസ് വായിക്കുന്നു. ലെറ്റർ എ, പലിശ വാങ്ങുന്നവർ. ലെറ്റർ ബി, നിസ്കരിക്കാത്തവർ. ലെറ്റർ സി, സകാത്ത് നൽകാത്തവർ. ലെറ്റർ ഡി, മദ്യപാനികൾ. ഉത്തരം ലെറ്റർ സി, സകാത്ത് നൽകാത്തവർ. ചോദ്യം 2, അബ്ബാസികളുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച മംഗോളിയൻ ഭരണാധികാരി. ലെറ്റർ എ, ചെങ്കിസ് ഖാൻ. ലെറ്റർ ബി, ബാത്തു ഖാൻ. ലെറ്റർ സി, മാലിക് ഷാ. ലെറ്റർ ഡി, ഹോളോകോ ഖാൻ. ഏതാണ് ഉത്തരം? ലെറ്റർ ഡി, ഹോളോകോ ഖാൻ. ചോദ്യം 3, ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം. ലെറ്റർ എ, സൈനിക നീക്കം. ലെറ്റർ ബി, വിദേശ പര്യടനം. ലെറ്റർ സി, രാജാക്കന്മാർക്ക് കത്തയക്കൽ. ലെറ്റർ ഡി, പരസ്യ പ്രബോധനം. ഉത്തരം ഏതാണ്? ലെറ്റർ സി, രാജാക്കന്മാർക്ക് കത്തയക്കൽ. ചോദ്യം 4, ഏഷ്യ മൈനറിലെ രാജ്യം. ലെറ്റർ എ, തുർക്കി. ലെറ്റർ ബി, ഇറാഖ്. ലെറ്റർ സി, ഈജിപ്ത്. ലെറ്റർ ഡി, അഫ്ഗാനിസ്ഥാൻ. ഏതാണ് ഉത്തരം? ലെറ്റർ എ, തുർക്കി. 5-ാമത്തെ ചോദ്യം, ഉസ്മാനിയ ഖിലാഫത്തിനെ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും വ്യാപിപ്പിച്ചു. ലെറ്റർ എ, ഉസ്മാൻ ഇബ്നു ഉർത്തുഗുൽ. ലെറ്റർ ബി, സലീമുൽ അവ്വൽ. ലെറ്റർ സി, മുറാദ് ഒന്നാമൻ. ലെറ്റർ ഡി, സുലൈമാനുൽ ഖാനൂനി. ഏതാണ് ഉത്തരം? ലെറ്റർ ഡി, സുലൈമാനുൽ ഖാനൂനി. 6-ാമത്തെ ചോദ്യം, ഉസ്മാനിയ കാലത്ത് ജീവിച്ച ഗണിതശാസ്ത്ര പണ്ഡിതൻ. ലെറ്റർ എ, നാബൽസി. ലെറ്റർ ബി, ബഹാഉദ്ദീൻ അൽ ആമിലി. ലെറ്റർ സി, നൂറുദ്ദീൻ അൽ ഹലബി. ലെറ്റർ ഡി, ബദറുദ്ദീൻ അൽ മാറദീനി. ഉത്തരം ലെറ്റർ എ, നാബൽസി. ചോദ്യം 7, തുർക്കിയിലെ മുസ്തഫ കമാൽ കളങ്കപ്പെടുത്തിയ ഇസ്ലാമിക സംസ്കൃതി തിരിച്ചുവരാൻ തുടങ്ങി. ലെറ്റർ എ, 1938 മുസ്തഫ കമാൽ മരിച്ച ശേഷം. ലെറ്റർ ബി, 1923 തുർക്കി റിപ്പബ്ലിക് ആയത് മുതൽ. ലെറ്റർ സി, റജബ് തയ്യബ് 2014 അധികാരം ഏറ്റെടുത്തത് മുതൽ. ലെറ്റർ ഡി, 1920 സൈഫർ ഉടമ്പടിക്ക് ശേഷം. ഉത്തരേതാണ്? ലെറ്റർ എ, 1938 മുസ്തഫ കമാൽ മരിച്ച ശേഷം. ചോദ്യം 8, ഇസ്ലാമിക ചരിത്രത്തിൽ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ലെറ്റർ എ, ആഫ്രിക്ക കീഴടക്കിയ സേനയുടെ അധിപൻ. ലെറ്റർ ബി, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ രാജാവ്. ലെറ്റർ സി, സ്പെയിൻ കീഴടക്കിയ സൈന്യത്തലവൻ. ലെറ്റർ ഡി, സൽജുക്കുകളെ പരാജയപ്പെടുത്തിയ നേതാവ്. ഉത്തരം ലെറ്റർ സി, സ്പെയിൻ കീഴടക്കിയ സൈനിക തലവൻ. ചോദ്യം 9, മുസ്ലിം സ്പെയിനിൽ നിന്നും അവസാനം നഷ്ടപ്പെട്ട പ്രദേശം. ലെറ്റർ എ, സെവില്ല. ലെറ്റർ ബി, വലൻസിയ. ലെറ്റർ സി, കോർഡോബ. ലെറ്റർ ഡി, ഗ്രാനഡ. ശരിയുത്തരം ലെറ്റർ ഡി, ഗ്രാനഡ. ചോദ്യം 10, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാമിന് വഴിയൊരുക്കി. ലെറ്റർ എ, അയൽ രാജ്യങ്ങളിലെ മുസ്ലിം ഭരണാധികാരികൾ. ലെറ്റർ ബി,
അറേബ്യയിലെ ഖലീഫമാർ ലെറ്റർ സി, സ്വഹാബികളുടെ സൈനിക മുന്നേറ്റം ലെറ്റർ ഡി, കച്ചവടക്കാർ, സൂഫികൾ, പണ്ഡിതന്മാർ എന്നിവയുടെ വരവ് ലെറ്റർ ഡി. കച്ചവടക്കാർ, സൂഫികൾ, പണ്ഡിതന്മാർ എന്നിവയുടെ വരവ്. ചോദ്യം 11. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഒരു പ്രദേശം മുസ്ലിങ്ങൾ ആദ്യം കീഴടക്കിയത് ലെറ്റർ എ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത്, ലെറ്റർ ബി വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത്, ലെറ്റർ സി ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത്, ലെറ്റർ ഡി മർവാന്റെ ഭരണകാലത്ത്. ഉത്തരം ലെറ്റർ ബി വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത്. ചോദ്യം 12. അബാബീൽ വ്യാഖ്യാനം ലെറ്റർ എ ഒരു തരം പക്ഷികൾ, ലെറ്റർ ബി കഠിന ശിക്ഷ, ലെറ്റർ സി തുടർച്ചയായി വരുന്ന പക്ഷിക്കൂട്ടം, ലെറ്റർ ഡി നരകാഗ്നി. ശരിയുത്തരം ലെറ്റർ സി തുടർച്ചയായി വരുന്ന പക്ഷിക്കൂട്ടം. ചോദ്യം 11. ദ ബുക്ക് അറബിയിലേക്ക് മൊഴിമാറ്റം നടത്താം. ലെറ്റർ എ കിതാബുൻ, ലെറ്റർ ബി അൽ കിതാബ്, ലെറ്റർ സി ഹാദൽ കിതാബ്, ലെറ്റർ ഡി കിതാബൻ. ശരി ലെറ്റർ ബി അൽ കിതാബ്. 14-ാമത്തെ ചോദ്യം. ലഇൻ കാദന വന്നബിയു യഅമലു എന്ന് തുടങ്ങുന്ന ബൈത്ത് പാടാൻ സ്വഹാബികളെ പ്രേരിപ്പിച്ചത്. ലെറ്റർ എ മസ്ജിദ് നബവി നിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്മേഷം. ലെറ്റർ ബി ഖന്തക കൊഴിക്കുന്നിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രാർത്ഥന. ലെറ്റർ സി ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാഗ്രത. ലെറ്റർ ഡി ഉഹദിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച ത്യാഗം. ശരിയുത്തരം ലെറ്റർ എ മസ്ജിദ് നബവി നിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്മേഷം. ചോദ്യം 15. മാലിക് റളിയല്ലാഹു അൻഹു മദീന നഗരത്തിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരിക്കാൻ കാരണം. ലെറ്റർ എ തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലെറ്റർ ബി ഇതാഅത്തു അംരില്ലാഹ്, ലെറ്റർ സി ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലെറ്റർ ഡി ഖില്ലത്തുൽ മറാക്കിബ്. ഉത്തരം ലെറ്റർ എ തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം 16. തത്ത കഴുതയുടെ മാസം തിന്നതിനേക്കാൾ മോശമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ലെറ്റർ എ നമീമ, ലെറ്റർ ബി കദിബ്, ലെറ്റർ സി ഗീബത്ത്, ലെറ്റർ ഡി ഖിയാനത്ത്. ഉത്തരം ലെറ്റർ സി ഗീബത്താണ്. 17-ാമത്തെ ചോദ്യം. ഖത്ത് സുലുസിന്റെ എഴുത്ത് രീതി. ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ സി, ലെറ്റർ ഡി. 3-ലും 4-ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4 രീതിയിൽ എഴുതിയിട്ടുള്ളതിൽ ഖത്ത് സുലുസ് ഏതാണ്? ലെറ്റർ എ ആണ് ശരിയുത്തരം. 18-ാമത്തെ ചോദ്യം. അഫലാ യൻളുറൂന ഇല. ശരി തിരഞ്ഞെടുക്കാം. എങ്ങനെയാണ് വാക്കിൽ പൂരിപ്പിക്കേണ്ടത്? എ, ബി, സി, ഡി. ഏത് രീതിയിലാണ് ശരിയായ എഴുത്ത്? അതൊരു ശരിയുത്തരം ഡി എന്നാണ്. ഈ രീതിയിലാണ് അൽ ഇബ്ലി എഴുതേണ്ടത്. ചോദ്യം 19. ഹംസത്തുൽ വസ്ലിന് കസ്ർ നൽകി ഓതേണ്ട പദം. ലെറ്റർ എ വദ്ഖുലു, ലെറ്റർ ബി ഇംറഅത്ത്, ലെറ്റർ സി വഅ്തൂനി, ലെറ്റർ ഡി അർറഹ്മാൻ. ശരി ലെറ്റർ ബി ഇംറഅത്ത്. ഇതാണ് ഹംസക്ക് കസ്ർ ചെയ്ത് ഓതേണ്ട പദം. ചോദ്യം 20. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ഖബറിന് സമീപം നിൽക്കേണ്ട രീതി. ലെറ്റർ എ സലാം ചൊല്ലുമ്പോൾ മയ്യിത്തിന് നേരെ, ദുആ ചെയ്യുമ്പോൾ ഖിബലക്ക് നേരെ. ലെറ്റർ ബി സലാം പറയുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഖിബലക്ക് നേരെ. ലെറ്റർ സി സലാം പറയുമ്പോഴും ദുആ ചെയ്യുമ്പോഴും മയ്യിത്തിന് നേരെ. ലെറ്റർ ഡി ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ശരിയുത്തരം ലെറ്റർ എ സലാം ചൊല്ലുമ്പോൾ മയ്യിത്തിന് നേരെ, ദുആ ചെയ്യുമ്പോൾ ഖിബലക്ക് നേരെ. ചോദ്യം 21. പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥം ജാമിഅ തുർമുദി ക്രോഡീകരിച്ചത്. ലെറ്റർ എ അൽ ഇമാം അഹ്മദ് ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു, ലെറ്റർ ബി അൽ ഇമാം അബൂ ഈസ റളിയല്ലാഹു അൻഹു, ലെറ്റർ സി അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ലെറ്റർ ഡി അൽ ഇമാം മുഹമ്മദ് ബിൻ ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ലെറ്റർ ബി അൽ ഇമാം അബൂ ഈസ റളിയല്ലാഹു അൻഹു. ചോദ്യം 22. വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് ഫത്തഖൂ യൗമൻ തുർജഊൻ ഉൾപ്പെട്ട സൂറത്ത്. ലെറ്റർ എ സൂറത്തു ആൽ ഇംറാൻ, ലെറ്റർ ബി സൂറത്തുൻ നിസാ,
ലെറ്റർ സി സൂറത്തുൽ മാഇദ, ലെറ്റർ ഡി സൂറത്തുൽ ബഖറ. ഏതാണ് ഉത്തരം? ലെറ്റർ ഡി സൂറത്തുൽ ബഖറ. 23ാമത്തെ ചോദ്യം. ഹിന്ദ് സഫർ എന്ന പേരിൽ ഭാരത പര്യടനം നടത്തിയ സംഘടന? ലെറ്റർ എ SYS, ലെറ്റർ ബി കേരള മുസ്ലിം ജമാഅത്ത്, ലെറ്റർ സി SSF, ലെറ്റർ ഡി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഏതാണ് ഉത്തരം? ലെറ്റർ സി SSF. ചോദ്യം 24. കുട്ടിയുടെ ധനത്തിന്റെ സക്കാത്ത് ശരി തിരഞ്ഞെടുക്കുക. ലെറ്റർ എ രക്ഷിതാവ് നൽകണം, ലെറ്റർ ബി ആരും നൽകേണ്ടതില്ല, ലെറ്റർ സി കുട്ടി വലുതായ ശേഷം നൽകണം, ലെറ്റർ ഡി കുട്ടി നൽകണം. ശരി ഉത്തരം ലെറ്റർ എ രക്ഷിതാവ് നൽകണം. ചോദ്യം 25. ഒരു സ്വായിന്റെ അളവ്? ലെറ്റർ എ 3 ലിറ്റർ, ലെറ്റർ ബി 3,200 ലിറ്റർ, ലെറ്റർ സി 2,500 കിലോഗ്രാം, ലെറ്റർ ഡി 800 മില്ലി ലിറ്റർ. ഇത്ര ഏതാണ്? ലെറ്റർ ബി 3,200 ലിറ്റർ. ചോദ്യം 26. സകാത്തിന് അർഹനായ സബീലുള്ള ആര്? ലെറ്റർ എ ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരൻ, ലെറ്റർ ബി വഴിയാത്രക്കാരൻ, ലെറ്റർ സി സകാത്തിന്റെ ജോലിക്കാരൻ, ലെറ്റർ ഡി പ്രതിഫലം വാങ്ങാത്ത യോദ്ധാവ്. ശരി ഉത്തരം ലെറ്റർ ഡി പ്രതിഫലം വാങ്ങാത്ത യോദ്ധാവ്. 27ാമത്തെ ചോദ്യം. ഒഴിവാക്കിയ നോമ്പ് നിർബന്ധമായും ഖളാ കിട്ടണം. ലെറ്റർ എ ഹൈള് നിഫാസ് കാലത്ത് ഒഴിവായത്, ലെറ്റർ ബി ശമനം പ്രതീക്ഷിക്കാത്ത നിത്യരോഗികൾ, ലെറ്റർ സി കുട്ടിക്കാലത്ത് ഒഴിവാക്കിയത് മുതിർന്ന ശേഷം, ലെറ്റർ ഡി പുതുമുസ്ലിങ്ങൾ മുസ്ലിമാകുന്ന മുമ്പുള്ളവ. ഇത്രേതാണ്? ലെറ്റർ എ ഹൈള് നിഫാസ് കാലത്ത് ഒഴിവായത്. ചോദ്യം 28. നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുള്ള സമയം? ലെറ്റർ എ പകൽ, ലെറ്റർ ബി അത്താഴ സമയം, ലെറ്റർ സി നോമ്പ് തുറക്കുന്ന സമയം, ലെറ്റർ ഡി ഏത് സമയവും. ഉത്തരം ലെറ്റർ ബി അത്താഴ സമയം. ചോദ്യം 29. ഉംറയിൽ നിന്നും ഹജ്ജിനെ വേർതിരിക്കുന്ന കർമ്മം? ലെറ്റർ എ തവാഫ്, ലെറ്റർ ബി സഅയ്, ലെറ്റർ സി അറഫയിൽ നിൽക്കൽ, ലെറ്റർ ഡി തലമുടി നീക്കൽ. ഉത്തരേതാണ്? ലെറ്റർ സി അറഫയിൽ നിൽക്കൽ. ചോദ്യം 30. എ രണ്ടാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ യാത്ര നിലനിൽക്കൽ, ബി രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ യാത്ര തുടരൽ, ഉചിതമായത് അടയാളപ്പെടുത്താം. അതിൽ ലെറ്റർ എയും ബിയും ജംഉ തഖ്ദീം നിബന്ധനകൾ, ലെറ്റർ ബി എയും ബിയും ജംഉ തഖീർ നിബന്ധനകൾ, ലെറ്റർ സി എ ജംഉ തഖ്ദീമിന്റെയും ബി ജംഉ തഖീറിന്റെയും നിബന്ധനകൾ, ലെറ്റർ ഡി എ ജംഉ തഖീറിന്റെയും ബി ജംഉ തഖ്ദീമിന്റെയും നിബന്ധനകൾ. ശരിയുത്തരം ലെറ്റർ സി എ ജംഉ തഖ്ദീമിന്റെയും ബി ജംഉ തഖീറിന്റെയും നിബന്ധനകൾ. ചോദ്യം 31. തീ മരണം? ലെറ്റർ എ വിശപ്പ് പട്ടിണി, ലെറ്റർ ബി മഴ മഞ്ഞ്, ലെറ്റർ സി തീ കെടുത്തുന്ന ഉപകരണം, ലെറ്റർ ഡി കറുപ്പ് ബോർഡ്. ഉത്തരം ലെറ്റർ എ വിശപ്പ് പട്ടിണി. ചോദ്യം 32. ഒരു ആൺകുട്ടിയെ ചൂണ്ടി രമേശ് പറഞ്ഞു, അവൻ എന്റെ അമ്മയുടെ സഹോദരന്റെ മകനാണ്. രമേശുമായി ആൺകുട്ടിയുടെ ബന്ധം എന്താണ്? ലെറ്റർ എ സഹോദരൻ, ലെറ്റർ ബി കസിൻ, ലെറ്റർ സി മരുമകൻ, ലെറ്റർ ഡി അമ്മാവൻ. ഉത്തരം ലെറ്റർ ബി കസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. 25 into 4 divided by 5 plus 15. ലെറ്റർ എ 25, ലെറ്റർ ബി 35, ലെറ്റർ സി 40, ലെറ്റർ ഡി 45. ശരി ഉത്തരം ലെറ്റർ ബി 35. നമ്പർ 34. 7 സംഖ്യയുടെ ശരാശരി 50ഉം അവയിൽ 4 40, 50, 60, 70 ബാക്കിയുള്ള 3 സംഖ്യകളുടെ ശരാശരി എന്താണ്? ലെറ്റർ എ 35, ലെറ്റർ ബി 43.33, ലെറ്റർ സി 37.5, ലെറ്റർ ഡി 40. ശരിയുത്തരം ലെറ്റർ ബി 43.33. 35ാമത്തെ ചോദ്യം. ഒരു പുസ്തകം 120 വാങ്ങി 150 വിറ്റു. ലാഭശതമാനം കണ്ടെത്താം. ലെറ്റർ എ 20%, ലെറ്റർ ബി 25%, ലെറ്റർ സി 30%, ലെറ്റർ ഡി
15%. ഉത്തരം ലെറ്റർ ബി 25%. ചോദ്യം 36. ഒരു ട്രെയിൻ 2 മണിക്കൂറിനുള്ളിൽ 120 കിലോമീറ്റർ പിന്നിട്ടാൽ അതിന്റെ വേഗത എത്രയാണ്? ലെറ്റർ എ 40 കിലോമീറ്റർ പെർ ഹവർ, ലെറ്റർ ബി 50 കിലോമീറ്റർ പെർ ഹവർ, ലെറ്റർ സി 60 കിലോമീറ്റർ പെർ ഹവർ, ലെറ്റർ ഡി 70 കിലോമീറ്റർ പെർ ഹവർ. ശരി ഉത്തരം ലെറ്റർ സി 60 കിലോമീറ്റർ പെർ ഹവർ. 37-ാമത്തെ ചോദ്യം. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 144 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ചുറ്റളവ് എത്രയാണ്? ലെറ്റർ എ 36 സെന്റിമീറ്റർ, ലെറ്റർ ബി 40 സെന്റിമീറ്റർ, ലെറ്റർ സി 44 സെന്റിമീറ്റർ, ലെറ്റർ ഡി 48 സെന്റിമീറ്റർ. ശരി ഉത്തരം ലെറ്റർ ഡി 48 സെന്റിമീറ്റർ. Question number 38. The flight dash before we reach the airport. Letter A will have taken off. Letter B has taken off. Letter C it taking off. Letter D was taking off. ശരി ഉത്തരം ലെറ്റർ എ will have taken off. Number 39. Choose the synonym of vapid. Letter A dull. Letter B grand. Letter C fun. Letter D serious. ശരി ഉത്തരം ലെറ്റർ എ dull. Question number 40. Hit the nail on the head means. Letter A to make a mistake. Letter B to say exactly the right thing. Letter C the hurt someone. Letter D to break something. ശരി ഉത്തരം ലെറ്റർ ബി to say exactly the right thing. 41-ാമത്തെ ചോദ്യം. വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലെറ്റർ എ ജനറേറ്റർ, ലെറ്റർ ബി മോട്ടോർ, ലെറ്റർ സി ബാറ്ററി, ലെറ്റർ ഡി ട്രാൻസ്ഫോർമർ. ഉത്തരേതാണ്? ലെറ്റർ ബി മോട്ടോർ. ചോദ്യം 42. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത ഏകദേശം ലെറ്റർ എ 3 × 10⁻⁶ മിനിറ്റ് പെർ സെക്കൻഡ്, ലെറ്റർ ബി 3 × 10⁸ മിനിറ്റ് പെർ സെക്കൻഡ്, ലെറ്റർ സി 3 × 10⁵ മിനിറ്റ് പെർ സെക്കൻഡ്, ലെറ്റർ ഡി 3 × 10⁵ മിനിറ്റ് പെർ സെക്കൻഡ്. ശരി ഉത്തരം ലെറ്റർ ബി 3 × 10⁸ മിനിറ്റ് പെർ സെക്കൻഡ്. Question number 43. 43-ാമത്തെ ചോദ്യം. ഓക്സിജന്റെ ആറ്റോമിക സംഖ്യ ലെറ്റർ എ 6, ലെറ്റർ ബി 7, ലെറ്റർ സി 8, ലെറ്റർ ഡി 9. ശരി ഉത്തരം ലെറ്റർ സി 8. Question number 44. NaCl ബോണ്ട് ഇതാണ്? ലെറ്റർ എ സഹസംയോജകം, ലെറ്റർ ബി അയോണിക്, ലെറ്റർ സി ലോഹം, ലെറ്റർ ഡി ഹൈഡ്രജൻ. ശരി ഉത്തരേതാണ്? ലെറ്റർ ബി അയോണിക്. 45-ാമത്തെ ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ഊർജം എന്നിവ നൽകുന്നതിനായി പൈറുവേറ്റിന്റെ വിഘടനം നടക്കുന്നത്? ലെറ്റർ എ ന്യൂക്ലിയസ്, ലെറ്റർ ബി റൈബോസാം, ലെറ്റർ സി മൈറ്റോകോൺട്രിയ, ലെറ്റർ ഡി ക്ലോറോപ്ലാസ്റ്റ്. ശരി ഉത്തരം ലെറ്റർ സി മൈറ്റോകോൺട്രിയ. ചോദ്യം 46. മനുഷ്യരിലെ വൃക്കകൾ ഇവയുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്? ലെറ്റർ എ പോഷകാഹാരം, ലെറ്റർ ബി ശ്വസനം, ലെറ്റർ സി വിസർജനം, ലെറ്റർ ഡി ഗതാഗതം. ശരി ഉത്തരം ലെറ്റർ സി വിസർജനം. ചോദ്യം 47. ഇന്ത്യയിൽ സ്ഥിരമായ കുടിയേറ്റം ആരംഭിച്ചത് ആരാണ്? ലെറ്റർ എ വാറൻ ഹോസ്റ്റിങ്സ്, ലെറ്റർ ബി ലോർഡ് കോൺവാലിസ്, ലെറ്റർ സി ലോർഡ് വെല്ലസി, ലെറ്റർ ഡി ലോർഡ് ഡൽഹൌസി. ശരി ഉത്തരം ലെറ്റർ ബി ലോർഡ് കോൺവാലിസ്. ചോദ്യം 48. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഒരു വർഷത്തിൽ എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു? ലെറ്റർ എ 50, ലെറ്റർ ബി 75,
ലെറ്റർ സി 100, ലെറ്റർ ഡി 150. ശരി ഉത്തരം ഏതാണ്? ലെറ്റർ സി 100. ചോദ്യം 49. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ലെറ്റർ എ, നമ്മൾ ഇന്ത്യക്കാർ. ലെറ്റർ ബി, ഇന്ത്യ പരമാധികാരമുള്ളതാണ്. ലെറ്റർ സി, ഭാരതത്തിലെ ജനങ്ങളായ നാം. ലെറ്റർ ഡി, ഇന്ത്യൻ ഭരണഘടന. ശരി ഉത്തരം ലെറ്റർ സി, ഭാരതത്തിലെ ജനങ്ങളായ നാം. 50-ാമത്തെ ചോദ്യം. അധ്യാപക ദിനമല്ല ഒരു വാരം തന്നെ ആചരിക്കുന്ന രാജ്യം. ലെറ്റർ എ ഹംഗറി, ലെറ്റർ ബി കാനഡ, ലെറ്റർ സി അമേരിക്ക, ലെറ്റർ ഡി നേപ്പാൾ. ശരി ഉത്തരം ലെറ്റർ സി അമേരിക്ക. അല്ലാഹു തആല നമ്മുടെ മക്കള് എല്ലാ മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.